എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഈ ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും അടക്കമുള്ള സകല ഭാവങ്ങളും മിന്നിമറയുന്ന ഒരു നാടകമാണെന്ന്. ഒരു തരത്തിൽ നോക്കുമ്പോൾ ശരിയാണത്. സുഖവും ദുഃഖവും ദേഷ്യവും കുറുമ്പും പിണക്കവും ഒക്കെയുള്ള സകല വികാരങ്ങളും വന്നു ചേരുന്ന ഒരു വേദിയാണ് ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ സുഖവും ദുഃഖവും നിറഞ്ഞ ഈ ജീവിത യാഥാർത്ഥ്യത്തെ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് മരണം വരെ ഇണയും തുണയുമായി ജീവിക്കാമെന്ന ഉടമ്പടിയാണ് വിവാഹം എന്ന് പറയുന്നത്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് വിവാഹമാണ്. സ്ത്രീയും പുരുഷനും ഒരുപോലെ തൻ്റെ ജീവിതത്തിൽ കാത്തിരിക്കുന്ന വിലമതിക്കാനാവാത്ത ഒരു മുഹൂർത്തമാണ് വിവാഹം എന്നത്. ആ വിവാഹ ജീവിതത്തെക്കുറിച്ച് എല്ലാവർക്കും കുറേ പ്രതീക്ഷകളും മോഹങ്ങളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടാകും. അവയെല്ലാം പൂവണിയണമെന്ന് വാശി പിടിക്കുന്നത് അപകടകരമാണ്. എങ്കിലും മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ ഭാര്യയ്ക്കും ഭർത്താവിനും എനർജി നൽകുന്ന കുറച്ച് പ്രതീക്ഷകളും മോഹങ്ങളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒക്കെ വെച്ച് പുലർത്തുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. എന്നാൽ ആരോഗ്യകരമായ ഒരു കുടുംബജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം എന്താണെന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പരസ്പരമുള്ള വിശ്വാസവും വിട്ടുവീഴ്ചയും. ഭാര്യയും ഭർത്താവും പരസ്പരം വിശ്വസിക്കുക, പരസ്പരം വിശ്വാസയോഗ്യരാവാൻ വേണ്ടി ശ്രമിക്കുക, പരസ്പരമുള്ള ഈ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന ബോധ്യത്തോടു കൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക. ഇനി വല്ല വീഴ്ചകളോ കുറവുകളോ കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക, പുറത്തു കൊടുക്കുക. ഈ വിട്ടുവീഴ്ച എന്നൊക്കെ പറയുന്നത് ചില്ലറ കാര്യമല്ല, ഏറ്റവും മഹത്തായ ഒരു കാര്യം തന്നെയാണെന്നുള്ള ബോധം ഉള്ളിലുണ്ടാവുക. എന്തൊക്കെയാണേലും ഈ വിട്ടുവീഴ്ചയും വിശ്വാസവും സുഖവും ദുഃഖവും പിണക്കവും ഒക്കെ ആയിട്ട് വിവാഹ ജീവിതത്തിൻ്റെ ദിനരാത്രങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോൾ ആ ഭർത്താവ് ഭാര്യയുടെ ചില സ്വഭാവങ്ങളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അതോടൊപ്പം ആ ഭാര്യ ഭർത്താവിൻ്റെ ചില സ്വഭാവങ്ങളെയും വല്ലാതെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. പരസ്പരം ഇഷ്ടപ്പെടുന്ന ഈ സ്വഭാവങ്ങൾ കാരണം അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കുകയും ആ സ്നേഹബന്ധം മരണം വരെ നിലനിൽക്കുകയും ചെയ്യും. പരസ്പരം ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങൾ കൊണ്ട് അവർ തമ്മിലുള്ള സ്നേഹമാണ് വർദ്ധിക്കുന്നത് എങ്കിൽ ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ കൊണ്ട് അവർ തമ്മിലുള്ള അകലമാണ് വർദ്ധിക്കുന്നത്. ഇനി ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ മാത്രമാണ് അവർക്കിടയിലുള്ളത് എങ്കിൽ ആ ബന്ധം തന്നെ തകരുന്നതിന് ആ സ്വഭാവങ്ങൾ കാരണമാകുന്നു. ഈ വിവാഹ ജീവിതത്തിൽ സ്നേഹബന്ധം ഊഷ്മളമാകുന്നതിനും ബന്ധങ്ങൾ മരണം വരെ നിലനിൽക്കുന്നതിനും സഹായകരമാവുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ലോകത്തിലെ ഏതൊരു ഭർത്താവും തൻ്റെ ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ 5 കാര്യങ്ങൾ 90% ഭർത്താക്കന്മാരും തൻ്റെ ഭാര്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ആ 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ 90% പുരുഷന്മാരും തൻ്റെ ഭാര്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണവ? നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് ബഹുമാനമാണ്. ഏതൊരു പുരുഷനും തൻ്റെ ഭാര്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് ബഹുമാനം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യമാണ് പുരുഷനും സ്ത്രീക്കും കുടുംബജീവിതത്തിൽ തുല്യ പ്രാധാന്യമാണുള്ളത്, ഒരേ സ്ഥാനമാണുള്ളത്, പുരുഷനുള്ള അതേ സ്ഥാനം സ്ത്രീക്കുമുണ്ട് എന്നൊക്കെ. ഇത് ശരി തന്നെയാണ്. പക്ഷേ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നിരീക്ഷിച്ചാൽ കാണുന്നത് കൂടുതൽ കുടുംബങ്ങളും പുരുഷൻ്റെ നേതൃത്വത്തിലുള്ള കുടുംബമാണ്, പുരുഷൻ്റെ മേൽനോട്ടത്തിലുള്ള കുടുംബമാണ്. അതിൻ്റെ കാരണം പുരുഷൻ എപ്പോഴും മികച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നു, പുരുഷൻ എപ്പോഴും മുന്നിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു, പുരുഷന് ബഹുമാനിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തൻ്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് ഒരല്പം ബഹുമാനം കിട്ടിയാൽ മതി, ഏതൊരു പുരുഷനും വളരെയധികം ഉന്മേഷവാനായി കാണപ്പെടും, ആവേശഭരിതനായി കാണപ്പെടും. ഇനി ഭാര്യയുടെ അടുത്ത് നിന്ന് തനിക്ക് ബഹുമാനം ലഭിക്കുന്നില്ല എന്ന തോന്നലുണ്ടാകുമ്പോൾ ആ ഭർത്താവ് അങ്ങേയറ്റം ദുഃഖിതനായി കാണപ്പെടും, ചിലർ ക്ഷുഭിതനാവുകയും ചെയ്യും. ഭർത്താവിനെ ബഹുമാനിക്കുന്നതിൽ ഭാര്യമാർക്ക് വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ അത് ആ ബന്ധത്തെ തന്നെ കാര്യമായിട്ട് ബാധിക്കും. ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളും എല്ലാം കൂടെ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യുന്ന തിരക്കിലാവും. പക്ഷേ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം തന്നെ ബഹുമാനിക്കാത്ത ഭാര്യയുടെ എത്ര വലിയ കഠിനാധ്വാനമായാലും അത് കണ്ടതായി ഭവിക്കാനോ അതിൻ്റെ പേരിൽ അവളെ അഭിനന്ദിക്കാനോ ആ ഭർത്താവ് തയ്യാറായെന്ന് വരില്ല. അതായത് ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുക എന്ന് പറഞ്ഞാൽ അത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വിഷമമുണ്ടാക്കും. ഇനി പുറത്തേക്ക് പ്രകടിപ്പിക്കാതിരുന്നാലും ഉള്ളിലുള്ള വിഷമത്തിൻ്റെ അളവ് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് അങ്ങനെ വിഷമിച്ചിരിക്കാൻ പുരുഷൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കാനാണ് ഏതൊരാളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ബഹുമാനം എന്ന് പറയുന്നത്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് അംഗീകാരവും പിന്തുണയും.
പുരുഷൻ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും തൻ്റെ കൂടെ നിൽക്കുകയും തനിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആളുകളെ വലിയ ഇഷ്ടമാണ്. അത്തരം ആളുകളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യും. ഭാര്യമാരുടെ വിഷയത്തിലും പുരുഷന്മാർ ഇത് ആഗ്രഹിക്കുന്നു. ഒരു വിഷയം വരുമ്പോൾ തൻ്റെ കൂടെ നിൽക്കുന്ന, തനിക്ക് പിന്തുണ നൽകുന്ന, തന്നെ പുകഴ്ത്തി പറയുന്ന സ്വഭാവമാണ് പുരുഷന്മാർ ഭാര്യമാരിൽ നിന്ന് ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും. മുന്നോട്ടുള്ള ജീവിതത്തിൽ തനിക്ക് ആത്മവിശ്വാസം പകരുന്ന ഈ സ്വഭാവം ഭാര്യമാർക്കുണ്ടായാൽ അത് പുരുഷന് ആവേശം പകരും, ഏറെ കരുത്തും പകരും. നേരെ മറിച്ച് മറ്റുള്ളവർ കേൾക്കത്തക്ക രീതിയിൽ തൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന സംസാരം ഭാര്യമാരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് പുരുഷൻ്റെ മനസ്സിൻ്റെ അഗാധതയിൽ മുറിവേൽപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളെക്കൊണ്ടൊക്കെ എന്ത് കാര്യമാണ് ചെയ്യാൻ കഴിയുക, നിങ്ങളല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, നിങ്ങൾ എനിക്ക് ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചു തന്നിട്ടുണ്ടോ, ഒരു ജോലിയും കൂലിയില്ലാതെ വെറുതെ ഇങ്ങനെ തേരാപാര നടന്നിട്ട് എന്ത് കാര്യം കിട്ടുക എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്ന ഭാര്യമാരെ എന്നും ഭർത്താക്കന്മാർ ഉള്ളിൽ ഒരു വെറുപ്പോടെയാണ് നോക്കിക്കാണുക. എന്നാൽ ഭാര്യമാർ പറയുന്ന ഈ കാര്യങ്ങൾ തന്നെ വളരെ മാന്യമായ ഭാഷയിലും ഭർത്താക്കന്മാരെ തരം താഴ്ത്താത്ത രൂപത്തിലും ഇക്ക, എനിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്, എനിക്കിങ്ങനെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവുമ്പോൾ മതി, ഇപ്പം തന്നെ ഒന്നും വേണ്ട എന്ന രൂപത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭർത്താവ് ആ ആഗ്രഹം സഫലമാക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യും. ഇതേപോലെ തന്നെയാണ് ആ ഭർത്താവിൻ്റെ വല്ല ന്യൂനതകളോ വല്ല കുഴപ്പങ്ങളോ ആ ഭാര്യയും ഭർത്താവും മാത്രമുള്ള സമയത്ത് ആ ഭാര്യ ഒരു സുഹൃത്തിനോടെന്ന പോലെ ചൂണ്ടിക്കാണിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഭർത്താവ് വളരെയധികം സന്തോഷവാനാവുകയും തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുകയും ചെയ്യും. ഏതൊരു പുരുഷനും ഭാര്യയുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ ഭർത്താക്കന്മാരും കുടുംബത്തിൽ തനിക്കൊരു സ്ഥാനമുണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്നു. അതോടൊപ്പം തനിക്കാണ് ഇതിൻ്റെ മേൽനോട്ടം, ഞാനാണ് ഇതിൻ്റെ ഉത്തരവാദി, എൻ്റെ വാക്കിനാണ് ഇവിടെ വില, മറ്റുള്ളവരെക്കാളും ശ്രദ്ധ എനിക്ക് വേണം എന്ന് തുടങ്ങിയ ചിന്തകളും ഭർത്താക്കന്മാരിൽ ഉണ്ടാകും. അത് ഒരു പണിയില്ലാതെ വെറുതെ നടക്കുന്ന ഭർത്താവാണെങ്കിൽ പോലും അദ്ദേഹത്തിൽ ഈ ചിന്തകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് ഈ ഒരു പുരുഷാധിപത്യം അത് ലോകക്രമത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ ചിന്തകളാണ് പുരുഷനെ പുരുഷനാക്കി മാറ്റുന്നതും. കാരണം ഒരു സ്ത്രീ മറ്റുള്ളവർക്കിടയിൽ വെച്ച് കരഞ്ഞാൽ ആർക്കും ഒരു പരാതിയുമില്ല, പരിഭവമില്ല. എന്നാൽ ഒരു പുരുഷൻ തൻ്റെ ഉള്ളിലുള്ള വിഷമം താങ്ങാനാവാതെ ഒന്ന് വിങ്ങിപ്പൊട്ടി കരഞ്ഞാൽ അപ്പോൾ കണ്ടു നിൽക്കുന്നവരുടെ അടുത്ത ചോദ്യം, എടാ നീ ഒരു ആണല്ലടാ എന്നാണ്. അതായത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നെഞ്ചി വിരിച്ച് നടക്കുന്നവനാണ് പുരുഷൻ എന്ന സന്ദേശമാണ് ലോകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ കാര്യം പുരുഷന്മാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഭാര്യയുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഭാര്യയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന അംഗീകാരവും പിന്തുണയുമാണ് ഏതൊരു പുരുഷനും കരുത്ത് പകരുന്നതും ആവേശം പകരുന്നതുമായിട്ടുള്ള മറ്റൊരു കാര്യം. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് ശാരീരിക ബന്ധം. സ്നേഹബന്ധം എന്ന് പറയുന്നത് ഒന്നിലധികം വികാരങ്ങളുടെ ഒരു കൂട്ടമാണ്. ശാരീരിക ബന്ധവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ചില സഹോദരിമാർക്ക് ശാരീരിക ബന്ധം തീരെ താല്പര്യമില്ല, ചിലർക്കാണെങ്കിൽ സമയം കിട്ടാറില്ല, ചിലരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തതിന് ശേഷം വേണമെങ്കിൽ ശാരീരിക ബന്ധവും ആവാം എന്ന രൂപത്തിൽ, മറ്റു ചിലരോ ഭർത്താവിനെ തൻ്റെ സ്വന്തം ചെൽപ്പടിയിൽ നിർത്താനുള്ള മാർഗമായിട്ടാണ് ഈ ശാരീരിക ബന്ധത്തെ കാണുന്നത് തന്നെ. എന്നാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യയിൽ നിന്ന് കിട്ടാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് ശാരീരിക ബന്ധം എന്നത്. പല ബന്ധങ്ങളും തകർച്ചയിൽ ചെന്ന് എത്തിക്കുന്നതും ഈ സെക്സ് റിലേഷൻഷിപ്പിലുള്ള കുഴപ്പങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് പുരുഷന് തൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഏറെ ആനന്ദം പകരുന്ന ഒരു കാര്യമാണ്. പുരുഷന്മാർ എപ്പോഴും തനിക്ക് പ്രായം കൂടി വരും തോറും തൻ്റെ ഭാര്യ തന്നിൽ കൂടുതൽ ആകർഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഭാര്യമാർ അയാളുടെ രൂപത്തെയും അയാളുടെ വസ്ത്രധാരണത്തിലെയും ഒക്കെ മേന്മകൾ കണ്ടെത്തി അഭിനന്ദിക്കുന്നത് അയാളിൽ കൂടുതൽ സന്തോഷമുണ്ടാക്കും. മാത്രമല്ല, ഒരു പെണ്ണ് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി എന്ന തിരിച്ചറിവ് ഒരു പുരുഷന് സന്തോഷം നൽകും. അത് അയാൾ ആസ്വദിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ഭാര്യ തൻ്റെ ഭർത്താവിന് മാത്രമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, പ്രത്യേകമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അയാൾ ആനന്ദം കണ്ടെത്തും. അതുകൊണ്ട് ഭാര്യമാർ എപ്പോഴും ഒരേപോലെയല്ലാതെ ജീവിതത്തിൽ കുറച്ച് വ്യത്യസ്തതകൾ പരീക്ഷിക്കുന്നത് നല്ലതാണ്. നല്ല ഭംഗിയിൽ ഹെയർ സ്റ്റൈലിൽ അലങ്കരിക്കുക, വീട്ടിൽ അണിയാൻ കുറച്ച് നല്ല വസ്ത്രങ്ങൾ മാറ്റി വെക്കുക, ഭർത്താവ് ഉള്ളപ്പോഴൊക്കെ നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് വൃത്തിയായി നടക്കുക, ബെഡ്റൂമിലേക്ക് വരുമ്പോൾ കുറച്ച് പെർഫ്യൂം ഉപയോഗിക്കുക തുടങ്ങി ആ ഭർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ആളാണെന്നും വിവാഹം കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിലുണ്ടായിരുന്ന അതേ പുതുമ ഇപ്പോഴും അങ്ങേരിൽ നിലനിൽപ്പുണ്ട് എന്ന് തോന്നത്തക്ക രീതിയിൽ ഭാര്യമാർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവ് നിങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും. അതോടൊപ്പം ആരോഗ്യമുള്ള കുടുംബജീവിതവും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ശാരീരിക ബന്ധവും കഴിഞ്ഞു പോകും. ഇനി ഭർത്താവിനെ തൻ്റെ സ്വന്തം ചെൽപ്പടിയിൽ നിർത്താനുള്ള ഒരു തന്ത്രമായിട്ടാണ് നിങ്ങൾ ശാരീരിക ബന്ധത്തെ കാണുന്നതും അത് തടഞ്ഞു വെക്കുന്നതുമെങ്കിൽ
നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് നശിപ്പിക്കുന്ന ഒരു വലിയ തെറ്റ് തന്നെയാണ് ചെയ്യുന്നത് എന്ന് സ്വയം ഓർക്കുക. നമ്മുടെ ലിസ്റ്റിൽ 4-ാമതായിട്ട് വരുന്ന കാര്യം വിശ്വാസമാണ്. ആരോഗ്യമുള്ള ഒരു കുടുംബജീവിതത്തിൻ്റെ അടിത്തറ എന്ന നിലയ്ക്ക് ഒരു പുരുഷൻ തൻ്റെ ഭാര്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഒരു പുരുഷൻ്റെ മാനസികമായ ആരോഗ്യത്തിൻ്റെ അളവ് കൂട്ടാൻ ഒരു പരിധിവരെ ഭാര്യയിൽ നിന്ന് കിട്ടുന്ന വിശ്വാസത്തിന് കഴിയും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വല്ല പ്രശ്നത്തിലും അകപ്പെട്ടു പോയ ഒരു പുരുഷനെ എല്ലാവരും മോശക്കാരനായിട്ട് ചിത്രീകരിക്കുകയും മോശമായ കണ്ണിലൂടെ കാണുകയും ചെയ്യുമ്പോൾ നിങ്ങളെ എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്ന ഭാര്യയാണ് ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സമനില തെറ്റാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അങ്ങനെയുള്ള ഭാര്യയോട് ആ പുരുഷൻ മരണം വരെ കടപ്പെട്ടിരിക്കും. എന്നാൽ ഒരു കാര്യവുമില്ലാതെ എല്ലാത്തിനും സംശയത്തിൻ്റെ കണ്ണിലൂടെ മാത്രം കാണുന്ന ഭാര്യമാരുമുണ്ട്. എല്ലാത്തിനും സംശയം, തൊട്ടതിനും പിടിച്ചതിനൊക്കെ സംശയത്തിൻ്റെ കണ്ണിലൂടെ മാത്രം കാണുന്ന ഭാര്യമാർ. ഇങ്ങനെയുള്ള ഭാര്യമാരാണെന്നുണ്ടെങ്കിൽ അത് ആ പുരുഷൻ്റെ സമാധാനവും സന്തോഷവും നശിപ്പിക്കും. മാത്രമല്ല മാനസികമായ ആരോഗ്യത്തിൽ അദ്ദേഹം ഏറ്റവും പിറകിലായിരിക്കുകയും ചെയ്യും. സംശയമുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ സംശയത്തിൻ്റെ അളവ് കൂട്ടുന്ന പ്രവർത്തനങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാതിരിക്കുക. ഇത്ര നല്ല ഒരു മനുഷ്യനെയാണല്ലോ ഞാൻ സംശയിച്ചത് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഇനി തീരെ സംശയമില്ലാത്ത ഒരാളിൽ സംശയത്തിൻ്റെ നിഴൽ വരുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകരുത്. നമ്മുടെ ലിസ്റ്റിൽ 5-ാമത്തേതും അവസാനത്തേതുമായിട്ട് വരുന്നത് ആത്മാർത്ഥമായ സ്നേഹമാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിലൂടെ ഭർത്താവിന് കൈമാറാൻ കഴിയുന്ന ഒന്നല്ല. പരസ്പരമുള്ള നിരന്തരമായ സേവനങ്ങളിലൂടെ കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. ഒരു ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതും അദ്ദേഹത്തിന് സ്നേഹം കൈമാറുന്നതിനുള്ള മാർഗങ്ങളാണ്. അയാൾക്ക് ഇഷ്ടമുള്ള മേഖലകളിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അവ കൂടുതൽ എടുത്തിടാൻ വേണ്ടി ശ്രമിക്കുക. ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും നിറഞ്ഞ സ്നേഹത്തോടെ പുഞ്ചിരിക്കുക. ഒരുപാട് ജോലികളുണ്ടാവും, എന്നാലും അദ്ദേഹം സംസാരിക്കുമ്പോൾ മറ്റു പണികളിൽ ഏർപ്പെടാതെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുക. വീട്ടിലേക്ക് വൈകി എത്തുമ്പോഴും യാത്രയിലായിരിക്കുമ്പോഴും മൂപ്പരുടെ പ്രയാസം കണക്കിലെടുത്ത് മൂപ്പരുമായിട്ട് വഴക്കിടാതിരിക്കുക. ഇനി ചില ദിവസങ്ങളിൽ ഭർത്താവ് ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കുമ്പോൾ താൻ എത്രമാത്രം സന്തോഷവതിയാണെന്ന് ആ ഭാര്യ ഭർത്താവിനെ ബോധ്യപ്പെടുത്തണം. അത് അയാളെ കൂടുതൽ നേരം ഭാര്യയോടൊപ്പം ചെലവഴിക്കാൻ സഹായിക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളിലൂടെ ഭർത്താവിന് സ്നേഹം കൈമാറാനും പരസ്പരമുള്ള സ്നേഹം ഇരട്ടിയാക്കാനും കഴിയും. എന്നാൽ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തുന്ന ഭർത്താവിനോട് കണക്ക് പറഞ്ഞും പരാതി പറഞ്ഞും ഭർത്താവിൻ്റെ സ്നേഹം വാങ്ങാൻ വേണ്ടി കൊതിക്കുമ്പോൾ പകരം ലഭിക്കുന്നത് അയാളുടെ വെറുപ്പ് മാത്രമായിരിക്കും. എന്നാൽ അയാൾ ചെയ്തു തന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ട് അയാളിൽ നിന്ന് ലഭിക്കാത്ത ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് അയാൾ പരിഗണിക്കുകയും ചെയ്യും. ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് ലോകത്തിൽ 90% പുരുഷന്മാരും തൻ്റെ ഭാര്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട 5 കാര്യങ്ങൾ. ഈ വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങളാണ് പറയണമെന്ന് ആഗ്രഹിച്ചത്. എല്ലാവർക്കും സമാധാനവും സന്തോഷവുമുള്ള ഒരു കുടുംബജീവിതം ആശംസിച്ചുകൊണ്ടും ഇതിനേക്കാൾ മികവുറ്റ ഒരുപാട് അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷ നൽകിക്കൊണ്ടും തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് ബൈ.